സെപ്റ്റംബർ 1 വിശുദ്ധ ഗിൽസ്. 650 ഒരു സമ്പന്ന കുടുംബത്തിലാണ് വിശുദ്ധ ഗിൽസ് ജനിച്ചത്. മാതാപിതാക്കളുടെ മരണശേഷം അദ്ദേഹം തൻ്റെ സ്വത്ത് ദരിദ്രർക്ക് നൽകി. ഗ്രീസിൽ വിശുദ്ധ ഗിൽസ് ഒരു അത്ഭുത പ്രവർത്തനായി അറിയപ്പെടുന്നു. എന്നാൽ അദ്ദേഹം ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. അവിടെ അനുയായികളെ ഒഴിവാക്കാൻ ഒരു സന്യാസിയായി താമസിച്ചു. ഒരു രാജകീയ വേട്ടയാടലിൽ നിന്ന് രക്ഷ നേടാൻ ഒരു മാൻ ഗുഹയിൽ ഓടിക്കയറി. ഗിൽസ് വർഷങ്ങളോളം അവിടെ താമസിച്ചു. മാൻ എന്ന് കരുതിയ ഒരു വേട്ടക്കാരൻ എയ്ത അമ്പ് ഗിൽസിൻ്റെ കാലിൽ തട്ടി. അത് അവനെ തളർത്തി. തനിച്ചായിരിക്കാൻ ഗിൽസ് അപേക്ഷിച്ചെങ്കിലും രാജാവ് പലപ്പോഴും സന്ദർശിക്കുകയും മുറിവ് പരിചരിക്കാൻ ഡോക്ടർമാരെ അയക്കുകയും ചെയ്തു. മുനി, അത്ഭുത പ്രവർത്തകൻ എന്നീ നിലകളിൽ ഗിൽസിൻ്റെ പ്രശസ്തി പ്രചരിച്ചു. അനുയായികൾ ഗുഹയ്ക്ക് സമീപം ഒത്തുകൂടി. രാജാവ് സെയിൻറ്റ് ഗിൽസ് ഡു ഗാർഡിൻ്റെ ആശ്രമം പണിതു. ഗിൽസ് ആദ്യത്തെ മഠാധിപതിയായി സേവനമനുഷ്ഠിച്ചു. 8-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗിൽസ് മരിച്ചു. വിശുദ്ധ ഗിൽസ് 14 വിശുദ്ധ സഹായികളിൽ ഒരാളും ശാരീരിക വൈകല്യമുള്ളവരുടെ രക്ഷാധികാരിയുമാണ്.